This is our least favorite room. ഇതായിരുന്നു ഇന്നലെ രാത്രി നമ്മൾ നിന്ന റൂം. ഭയങ്കര ചെറിയ റൂമാണ്. റൂമെന്നല്ല, പക്ഷേ ഇവിടെ ഓവർ ക്രൗഡഡ് ആയി ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ. ഇവിടെ ഓൾറെഡി ഈ ഫാമിലിയിൽ 4 ആൾക്കാരായിട്ടുണ്ട്. 4 ആൾക്കാരുണ്ട്, 2 കുട്ടികളും പാരൻസും 4 ആൾക്കാരുണ്ട്. ഇതിന് പുറമെ നമ്മൾ ഓക്കെ അല്ല വലിയ, പിന്നെ 2 ആൾക്കാരും ഇവിടെ വേറെ റൂമിൽ വന്ന്. അങ്ങനെ 8 ആൾക്കാർ, ഒരു ബാത്റൂം. എനിവേ നമ്മളിന്ന് പോവാണ്. This was our bedroom we were staying last night. And honey, how was the stay? What do you think? My least favourite because of the bathroom and the room's just 8 people. That was a bit too much. Feels, and the woman kind of makes you feel like you're hassling her, you're bothering her. Oh, this is our breakfast. And it's already here. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എത്തി. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. പുറത്ത് നല്ല തണുപ്പാണ്, പക്ഷേ ഞാൻ വെയിലില്ല, നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നതുകൊണ്ട് വലിയ സീനില്ല. I got coffee, very strong coffee. She got tea. I don't think I like it without sugar, but we can. Okay, നമ്മൾ ഈ ബ്രെഡ് മുഴുവൻ തിന്നെടുത്ത്. I wasn't expecting I was going to eat all that bread, and honey also finished the bread. I'm surprised. We both finished it. The bread was so tasty, so we couldn't stop. പൂച്ചയാണ് വരല്ലോ. അപ്പം ഇപ്രാവശ്യം നമുക്ക് ഉണ്ടത് നായിയാണ്. ആരോ നായിയാണ്, പക്ഷെ ഇവിടെ ഇങ്ങനെ നടക്കുക. Whose dog are you? Where do you live? You're so little and cute. The dog here. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര അടിപൊളിയായി. അപ്പം നമ്മൾ വാക്കിംഗ് പോക്കി നമ്മളതിലൂടെ വിട്ട് കൊടുത്തു. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ എന്തോ ഒരു ലേക്ക് ഉണ്ട് ഇവിടെ ഇരിക്കുക പറഞ്ഞു. നമ്മൾ ആ ലേക്ക് പോയി നോക്കും. അത് കഴിഞ്ഞിട്ട് ഒരു നാഷണൽ പാർക്ക് ഉണ്ട്. താങ്ക് യു. സോ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 5 യൂറോ ആണെന്നാണ് പറഞ്ഞത്. പാർക്കിംഗ് ഫ്രീ ആണ്. അപ്പോൾ ഇവിടെ എപ്പോഴും മഞ്ഞൊക്കെയാണ്. നടന്നു നോക്കുക എന്തൊക്കെയാണ് ഇവിടെ ഉണ്ട് നോക്കുക. 30 കൊല്ലം ഫസ്റ്റ് ഈക്കോളജിക്കൽ സ്റ്റേറ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് ഉണ്ടാവും ഉള്ളിൽ പോയി നോക്കുക. ആക്കിയെന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട് പറഞ്ഞു. അവിടെയാണ് നമ്മൾ, അതിനാണ് മെയിനായിട്ട് വന്നത്. ഇവിടെ ഈ വഴിക്കാണ് 500 മീറ്റർ എന്ന്. അപ്പം നമ്മൾ നടന്നിങ്ങനെ പോയേക്കാം. ഇവിടെ എപ്പോഴും ഐസാ. സംഗതി ഇപ്പോൾ സമ്മറാണ്, 20 ഡിഗ്രി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ എപ്പോഴും ഐസാ. So guys, we are on our way to Black Lake. We are just walking. I'm a bit scared as there are bears and wolves in this country, and as you can see, I feel like this is where they would live. There's literally ice on the ground. No, ice. So it is freezing. Coming from yesterday being 24 to this is a big shock. So we're just walking through to Black Lake now, and then we're going to head off to a zoo. So this camera is going to come in use today, as I'm going to take this to the zoo as well, but I'll take other lenses as well to the zoo. So പട്ടിക്ക് ഇപ്പോഴും ഐസ് കടിക്കുക. ബെഞ്ചും ഡെസ്കൊക്കെയാണത്. ഇരിക്കാനുണ്ട് ചെയറും ഡെസ്കൊക്കെയാണത്. അതൊക്കെ കവർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും നല്ല കട്ടിക്ക് ഐസ്. നമ്മൾ ശരിക്കും ഡോയ്ക്ക കൂടെ അല്ല നടന്നിരുന്നത്. ഇപ്പം ശരിക്കും ഡോച്ച് കണ്ട് ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നല്ല തണുപ്പാണ്. അവിടെ കുറച്ച് വെള്ളക്കാരുണ്ട്. ഞങ്ങൾ ട്രൗസറൊക്കെ ഇട്ട് നടക്കണ്. ഞാൻ കുത്തിയിട്ടിട്ടുണ്ട്, എനിക്ക് തണുക്കണ്. ഇട്ടതാണെങ്കിൽ ഐസ് പോകണ്ട അതിൻ്റെ ഉള്ളിലേക്ക് ആകെ സീന്.
കോമഡിയാണ്. ഞങ്ങൾക്ക് നല്ല തണുപ്പുണ്ട്. ഐറ്റങ്ങൾ അങ്ങനെ ട്രൗസർ ഇട്ട് നടക്കുന്നതെന്ന് അറിയാത്തത്. ലേക്കിൻ്റെ അടുത്ത് എത്താനായി. ലേക്ക് ഇങ്ങനെ എനിക്ക് കാണാം. ഇവിടെ കുറച്ച് കാറുകളുണ്ട്. നമുക്ക് കാറ് കൊണ്ടുവന്നിട്ട് വരെയായിരുന്നു. പക്ഷെ എന്തായാലും നല്ല പോക്കേനി. അതുകൊണ്ട് നമ്മളത് വായിച്ച് കളഞ്ഞ്. എനിവേ കാറും കൊണ്ടൊക്കെ വരായിരുന്നു അല്ലേ. പിന്നെ അതൊരു അടിപൊളി ലേക്ക് തന്നെ കേട്ടോ. ഇവിടെ ലേക്ക്, കാട്, മഞ്ഞുമല. നീന്തരുത് എന്നുള്ളൊരു സൈനുണ്ട് ഇവിടെ. ഈ തണുപ്പത്ത് ആരാപ്പയിൽ പോയി നീന്താ ചേട്ടോ. ഇവിടെ അടിപൊളി വ്യൂ ആണ്. ഇതാണ് ബ്ലാക്ക് ലേക്ക്. അടിപൊളിയാണ്. വെള്ളമുണ്ട് ഇവിടെ. കുറച്ച് നടക്കേണ്ട സ്ഥലം, വെള്ളം, ഐസ്, മല, മഞ്ഞുമല. എങ്കിൽ തോണി നീന്തലാണെങ്കിലേ തൊയലറിയുന്നെങ്കിൽ നമുക്ക് ഈ തോണിയൊക്കെ എടുത്ത് പോകാമെന്ന് തോന്നുന്നു. ചില്ലറ പൈസ ഇട്ടുണ്ടാവുള്ളൂ. എന്താല്ലേ അടിപൊളി വ്യൂ. അറിയില്ല, അല്ലെങ്കിൽ എതിർത്തിട്ടൊന്ന് പോയൊക്കെ ഇനി ആരും കാണാനൊന്നുമില്ല എന്നാണ്. വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ കുത്തിർന്നു. നല്ല അടിപൊളി വൈബ് സ്ഥലം. ഇനി നമ്മൾ പോവാം. ഇനി ഒരു എന്താ പറയുക, ഒരു റെസ്ക്യൂ ഇതിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. സൂ അല്ല, റെസ്ക്യൂ മാതിരി അനിമൽ റെസ്ക്യൂക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇനി പോകുമെന്നറിയില്ല, എനിക്ക് വയ്യ. അപ്പോൾ ലച്ചി നമ്മളൊരു വേറെ വയ്ക്ക കൂടെയാണ് ഇപ്പോൾ തിരിച്ച് പോകണത്. കാർ പാർക്ക് കൂടെയാണ് കണ്ടെത്തണം. ഇനി ഇപ്പോൾ പോണ വയ്ക്കൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഷോപ്പുകൾ ഇപ്പോൾ വർക്കിംഗ് അല്ല, പക്ഷേ തോന്നുന്നു സമ്മർ ടൈമിൽ വർക്കിംഗ് ആയിരിക്കും. കുറച്ചും പാട് സമ്മറായത്. അടുത്ത മാസം മുതൽ 1-ാം തീയതി മുതൽ ഭയങ്കര സമ്മറാണെന്ന് പറ്റിയാണ് പറഞ്ഞത്. പ്രൈസ് ഇഷ്ടം പോലെ ഉണ്ട്. എന്ത് സമ്മറാണോ. ഒരുപാട് ഷോപ്പുകളുണ്ട്. തോന്നുന്നു അടുത്ത മാസം മുതൽ ഇതൊക്കെ ഓപ്പണായിട്ട് ഭയങ്കരമായിട്ട് സെറ്റായി വരുന്ന തോന്നണേ. നമ്മൾ കാറ് പാർക്ക് ചെയ്തത് ആ ഭാഗത്തേക്ക് ഇങ്ങനെയാണ്. പക്ഷേ നമ്മൾ എങ്ങനെയോ നടന്നിടുന്ന ഇവിടെ എത്തി. ഞങ്ങളുടെ നടന്ന് പോകണം. എന്നിട്ട് കാറൊക്കെ വരുന്നുണ്ട്. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ. നമ്മൾ വന്നത് വേറെ വഴിക്കാണ്. ഇവിടെ വേറൊരു ചെക്ക് പോസ്റ്റ്. ഇവിടെ കാറുകളൊക്കെ ഉണ്ട്. സോ നമ്മളിനി ഒരുപാട് നടക്കണം തോന്നുന്നു. നമ്മൾ വേറെ വഴിക്ക് കൂടെയാണ് പോയത്. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് ആ ഭാഗത്തോടാണ്. അപ്പോൾ ഇതിൽ ഫുള്ള് നടന്ന് പോയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ടാസ്ക്. നേരത്തെ എടുത്ത ടേണ് കണ്ടെത്തി. ഏകദേശം 1.5 മൈൽ എക്സ്ട്രാ നമ്മൾ വാക്ക് ചെയ്തു. പക്ഷേ ഇതാണ് വഴി. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇതിലാണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതിലാണ്ട് പോയിക്കനി. അപ്പോൾ കുറച്ച് നേരം നടന്നെങ്കിലും നമ്മൾ വജ്ജ് കണ്ടെത്തി. പക്ഷേ കുറച്ച് തോനെ നടക്കാനുണ്ടാവും. കാരണം ഇവിടുന്ന് പിന്നെയും കുറച്ച് തോനെ ഒരു 3-4 മിനിറ്റ് ഉണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യണ ഒരു ഓർമ്മ ഉണ്ട് എനിക്ക്. ഓൾറെഡി ഇപ്പം നമ്മൾ എക്സ്ട്രാ 1.5 കിലോമീറ്റർ ഓടി. നടന്ന്. വീടുകളൊക്കെ നോക്കിയാൽ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് വീടുകൾ. മാപ്പിൽ നമ്മളോട് പറഞ്ഞു ഇതെല്ലാം ശരിക്കും ഇതിലാണ്ട് വരാൻ പറ്റാറുണ്ട്. പക്ഷെ അങ്ങോട്ട് നോക്കേ, കണ്ടോ, അവിടെ നമ്മളെ വണ്ടി. നമ്മൾ പുതിയ വഴികൾ കണ്ടെത്തി. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഏകദേശം 2 കിലോമീറ്ററോളം എക്സ്ട്രാ നടന്നിട്ടുണ്ട്. ഇനി അടുത്ത റൂമിൽ പോവാം. ഇനി 2 ദിവസം ഫുൾ റെസ്റ്റ്. എങ്ങോട്ട് പോകണമെന്നുണ്ടാവില്ല മിക്കവാറും. ഓക്കെ. I'm not really a fan of heights,
ഞങ്ങളിങ്ങനെ പോർട്ടറിക്കോക്ക് വന്നുകൊണ്ടിരിക്കേനി. അപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജ് കണ്ടാണ്ട് ഇങ്ങനെ നിർത്തിയതാ. എന്താ ബ്രിഡ്ജിനെക്കാട്ടി ചെറുക്കും ബ്രിഡ്ജിൻ്റെ അടിയത്തെ വ്യൂ ആണ്.